തിരുവനന്തപുരം കോർപ്പറേഷനിലെ 19 ബി.ജെ.പി. കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ ആരംഭിച്ചു. 20 കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ കോടതി റദ്ദാക്കിയിരുന്നു. ദൈവങ്ങളുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ചട്ടലംഘനമാണെന്ന് കോടതി നിരീക്ഷിച്ചിരുന്നു. 20 കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞയായിരുന്നു കോടതി റദ്ദാക്കിയത്. ദൈവങ്ങളുടെ പേരിലായിരുന്നു ഇവർ സത്യപ്രതിജ്ഞ ചെയ്തത്. ഇത്തരത്തിൽ ദൈവങ്ങളുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ചട്ടലംഘനമാണെന്നൊക്കെ നിരീക്ഷിച്ചിരുന്നു കോടതി. ഇതേ തുടർന്നാണ് ഈ ഒരു സത്യപ്രതിജ്ഞ ഇത്തരത്തിൽ റദ്ദാക്കുന്ന ഒരു സാഹചര്യം, ഒരു നടപടിയിലേക്ക് കോടതി കടന്നിട്ടുള്ളത്. എന്തായാലും 20 കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞയാണ് കോടതി റദ്ദാക്കിയിരിക്കുന്നത്. ഇതിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ 19 ബി.ജെ.പി. കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞയാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. എന്തായാലും കോടതിയുടെ ഈ ഒരു നടപടിക്ക് ശേഷമാണ് ഇപ്പോൾ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാൻ കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. എപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്താലും അത് ദൈവങ്ങളുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ചട്ടവിരുദ്ധമാണ്, അല്ലെങ്കിൽ ചട്ടലംഘനമാണെന്നാണ് കോടതിയുടെ നിരീക്ഷണം. എന്തായാലും ഇപ്പോൾ സത്യപ്രതിജ്ഞ ആരംഭിച്ചിരിക്കുകയാണ്. 19 ബി.ജെ.പി. കൗൺസിലർമാരാണ് ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ 19 ബി.ജെ.പി. കൗൺസിലർമാരാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. കോടതിയുടെ നടപടി എന്താണോ അതിനനുസരിച്ച് തന്നെ മുന്നോട്ട് പോകാം, കോടതിയുടെ തീരുമാനത്തിനനുസരിച്ച് മുന്നോട്ട് പോകുന്നത് തന്നെയാണ് ഈ ഒരു ബി.ജെ.പി. കൗൺസിലർമാർ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും 19 ബി.ജെ.പി. കൗൺസിലർമാരും ഇപ്പോൾ സത്യപ്രതിജ്ഞ ആരംഭിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ 19 ബി.ജെ.പി. ബി.ജെ.പി. കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞയാണ് ആരംഭിച്ചിട്ടുള്ളത്. വിവരങ്ങളുമായി അപർണ ചേരുന്നുണ്ട്. അപർണ, എന്തായാലും കോടതി നടപടികൾക്ക് അനുസൃതമായി തന്നെ ബി.ജെ.പി. കൗൺസിലർമാർ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇപ്പോൾ സത്യപ്രതിജ്ഞ ആരംഭിച്ചിരിക്കുകയാണ്. വിശദാംശങ്ങൾ എങ്ങനെയാണ്? അരുണിമ, കോടതി ഉത്തരവ് പ്രകാരം 20 കൗൺസിലർമാരാണ് ഇത്തരത്തിൽ ചെയ്ത സത്യപ്രതിജ്ഞ അസാധുവായിരുന്നത്. ഇതിൽ ഇന്ന് 19 കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ കോൺഫറൻസ് ഹാളിൽ കൃത്യം 4:00 തന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങുകളെല്ലാം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. മേയർ വി രാജേഷാണ് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത്. ഓരോരുത്തരായിട്ട് ഇത്തരത്തിൽ 19 പേരാണ് ഇന്ന് ഇപ്പോൾ ഇവിടെ വെച്ച് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തത്. കോടതി ഉത്തരവിൽ ഉണ്ടായിരുന്നത് ഇത്തരത്തിൽ വിവിധ ദൈവങ്ങളുടെ പേര് പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്ത 20ഓളം കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞയാണ് ഇത്തരത്തിൽ കോടതി അസാധുവാക്കിയത്. അവരോട് 4 ആഴ്ചക്കുള്ളിൽ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യണമെന്ന് കോടതി ഉത്തരവിന് രാവിലെയാണ് ഉണ്ടായത്. ഉത്തരവിറങ്ങി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇന്നിപ്പോൾ 19 കൗൺസിലർമാരും ഇവിടെ സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. ശരി, വ്യക്തമാണ്. എന്തായാലും 19 ബി.ജെ.പി. കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ ആരംഭിച്ചിട്ടുണ്ട്. കോടതി നടപടികൾക്കനുസരിച്ച് തന്നെ മുന്നോട്ട് പോകാനാണ് ബി.ജെ.പി. കൗൺസിലർമാർ തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും കോടതി ഈ ഒരു സത്യപ്രതിജ്ഞ ദൈവങ്ങളുടെ പേരിൽ ചെയ്ത സത്യപ്രതിജ്ഞ ചട്ടലംഘനമാണെന്ന് നിരീക്ഷിച്ചായിരുന്നു ഇത്തരത്തിൽ റദ്ദാക്കിയത്. എന്തായാലും സത്യപ്രതിജ്ഞ ആരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് അപർണയാണ്.